ഹലോ, വെൽക്കം ബാക്ക് നെച്ചുമീസ് കിച്ചൻ. ഇഷ്ടത്തോടെ കഴിക്കുന്നൊരു സാധനമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നൂഡിൽസ്. പെട്ടെന്നുണ്ടാക്കാം, പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. വാ, എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കിയ നൂഡിൽസ് ആദ്യം ചിക്കൻ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. അതിനുശേഷം അപ്പുറത്ത് നമ്മൾ ഈ ഒരു പാക്കറ്റ് നൂഡിൽസാണ്. ആ ഒരു നൂഡിൽസ് ഞാൻ വേവിക്കാൻ വെച്ചു. വെള്ളം തിളച്ചതിന് ശേഷം നൂഡിൽസ് ഇട്ട് വേവിച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഇന്ന് ചുമ്മാ പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ അത് വേവിക്കാൻ വെച്ചു. അത് വേവുന്ന നേരം കൊണ്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, എല്ലാവർക്കും അറിയാം, എല്ലാവരും അവരവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ ഇത് ചെയ്യുന്നതാണ്. ഞാൻ ഇന്നലെ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി ചെയ്തൊരു ഡിഷാണ്. എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്, മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സാധനമാണ്. പിന്നെ നൂഡിൽസ് ആണല്ലോ, എല്ലാവർക്കും എങ്ങനെ ചെയ്തു കൊടുത്താലും ഇഷ്ടമുള്ളൊരു സാധനം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചുമ്മാ നമുക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും ഒന്നുകൂടി ഇഷ്ടമായിരിക്കും. നമ്മളെന്തായാലും പുറകെ നടക്കാൻ പറയണ്ട. വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡാണെങ്കിൽ നമ്മൾ ഒന്ന് കഴിപ്പിക്കാനൊക്കെ പുറകെ നടക്കണം. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് പാടൊന്നുമില്ല, അവരെങ്ങനെ കൊടുത്താലും കഴിച്ചോളും. അങ്ങനെ അത് വെന്തു, നൂഡിൽസ് വെന്തു. നൂഡിൽസ് എല്ലാം അരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ വെച്ചു. അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലോടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു 1.5 സവോള, ഒരു 2-3 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്. ആദ്യം ഓയിലൊഴിച്ച് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ചിക്കി എടുക്കാം. കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ ചിക്കി എടുക്കുന്നത്. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാത്രം ഉപ്പിട്ട് ഒന്ന് ചിക്കിയെടുത്തു. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഭയങ്കര ഈ ഓയിൽ കുറച്ച് ഓയിൽ ചെയ്ത് നിങ്ങൾ കൂടുതൽ ഒഴിക്കണം കേട്ടോ. അത് ഇച്ചിരി കൂടുതലുള്ളത് നല്ലത് തന്നെയാണ്, നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ഉപ്പിട്ടത് ചിക്കി എടുത്തു. എന്നിട്ട് ഈ ചിക്കി എടുത്ത സാധനം നമ്മളൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അതിട്ട് കൊടുത്തു, സവോള ഇട്ട് കൊടുത്തു, ക്യാരറ്റ് ഇട്ട് കൊടുത്തു, പിന്നെന്താ ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഞാനിത് സ്കൂളിലൊന്നും അങ്ങനെ കൊടുത്തു വിടാറില്ല ലഞ്ച് ബോക്സായിട്ട്. സ്കൂളിൽ മക്കൾ വന്ന് പറയും, സ്കൂളിലെ കുട്ടികൾ അങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവന്നു എന്ന് പറയും. പക്ഷേ എനിക്ക് കൊടുത്തു വിടാനൊരു മടിയാണ്. ഇനി ഒരു വട്ടം ഒന്ന് കൊടുത്തു വിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്നു. ഇത് രാത്രിയിലത്തേക്ക് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉപ്പിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസിനകത്തും കൂടെ കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ ചിക്കൻ ഒന്ന് പൊടിച്ചെടുത്തു. അത് അവളൊന്ന് പൊടിക്കണമെന്ന് ഓർത്തിട്ട് പറഞ്ഞ് അവൾ കൊണ്ടുപോയി പൊടിച്ചതാണ്. അതിങ്ങനെ പൊടിച്ചു കൊണ്ടുവന്ന് അതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് നല്ലൊരു മണമാട്ടോ, നല്ല സൂപ്പർ മണമാണ്, നമുക്ക് ഇഷ്ടം തോന്നും. അങ്ങനെ അതിട്ടു. പിന്നെ 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള, നമുക്ക് ഓരോരുത്തർക്കും എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് സോയാ സോസ് ഇട്ട് ഒഴിച്ചു. എന്നിട്ടത് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം മിക്സ് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ മോള് തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഇത്, ഈ നൂഡിൽസ്. അത് എങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്താലും ശരി അവൾ കഴിച്ചോളും, നമ്മളൊന്നും കഷ്ടപ്പെടേണ്ട. എന്നിട്ട് ഇതൊരു നമ്മുടെ യിപ്പി നൂഡിൽസിലുള്ള മസാലയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. അത് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാൻ, ചിലരത് മസാല കഴിക്കാറില്ല. പക്ഷെ ഞാൻ ഇട്ട് നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് ഓർത്ത് ഇട്ട് നോക്കി. പക്ഷെ കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. എന്നിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച് കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച് നൂഡിൽസും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കയ്യിൽ ഫോണുമായിട്ട് മിക്സ് ചെയ്ത് വളരെ പ്രശ്നമായിരുന്നു. അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് ഒറിഗാനോയും കൂടെ നമുക്കൊന്ന് ആ ഫ്ലേവറിന് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയുമാണ് കഴിക്കാൻ. അങ്ങനെ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ മൂടി വെച്ചു. എന്നിട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ടും രുചിയുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം, എൻ്റെ വീഡിയോസൊക്കെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അവൾ രുചിയോടെ ആഹാരം കഴിച്ചു. എല്ലാവർക്കും ബായ്.